എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു അടിപൊളി ഈറ്റിംഗ് ചലഞ്ചുമായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ടീം മെമ്പേഴ്സ്, ലോട്ട ടീം മെമ്പേഴ്സ് മിക്കവരുണ്ട്. ആരില്ലാത്ത ട്രഷറർ ആരില്ലാത്ത മീറ്റിംഗ് ഉണ്ട് നമ്മുടെ ജില്ലാ ഘടകത്തിന്റെ പുള്ളി നീ വന്ന പിന്നെ ഞങ്ങൾ മാറ്റിയായിരുന്നു. ഞാനല്ല വന്നത്, നീയല്ലേ വന്നത്? അതിന് വേണ്ടിയാന്ന് തോന്നുന്നു, പുള്ളിക്ക് വേണ്ടി. പിന്നെ ആലപ്പുഴ എപ്പോഴും പോകണ്ടല്ലോ. നേരത്തെ ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റിയാണ്. കുറച്ച് കടൽ ഡിഷസ് വെച്ചിട്ട് വെറൈറ്റി സാധനമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന സാധനം അല്ലായിരിക്കും അല്ലേ? കടൽക്കൂട്ടെന്ന് പറയും. കടൽക്കൂട്ട്, അതായത് കടലിലെ മണ്ണല്ലടാ, കടലിലെ കുറെ മീനുകളും വിഭവങ്ങൾ വെച്ച് കടൽ വിഭവങ്ങൾ വെച്ചിട്ടുള്ളൊരു കിട്ടില്ല സാധനമാണ്. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ സത്യത്തിൽ വന്നിരിക്കുന്നത് നമ്മുടെ റാവത്തറുണ്ട്. കഴിഞ്ഞ 3 മത്സരത്തിൽ ഹാർട്രിക് വിജയം നേടിയ ദാസപ്പൻ, ബിനീഷ് ബ്രോയെ നേർന്നു വിളിക്കുന്നില്ല, ഏറില്ല പുള്ളി. ഇപ്പൊ ഒരു മാടിയുണ്ട് വരാന് പുള്ളിക്ക്. പോണ്ടിച്ചേരി കൊടുത്തേക്ക് നമ്മള് അത് കിട്ടും. ഇപ്പോഴാണ് ഈ ആഴ്ച കിട്ടും. പിന്നെ അടുത്ത് ഇവർക്ക് ഒരു ഭീഷണിയായിട്ട് മത്സരിക്കാൻ തയ്യാറായി ഞങ്ങൾ ഉദ്ദേശിച്ചത് പ്രവീൺ ബാലിനെയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേറ്റ് അംബാസിഡർ പറഞ്ഞു അദ്ദേഹം ഇത്തവണ ചാൻസ് കൊടുക്കണം. സത്യത്തിൽ ആദ്യമാണ് വിളിക്കുന്നത് പറഞ്ഞിട്ട് അവരെ തോൽപ്പിക്കും. നിന്നോടല്ലേ അവൻ പറയുന്നത്, അപ്പൊ നീ അത് പറ. നിന്നെ പിന്നല്ലാതെ നീയല്ലേ പറഞ്ഞ ഇത്തവണ ജയിക്കുന്നത് ഉറപ്പാണ്. ജയിക്കണം. ജയിക്കണം. സ്റ്റാറിന്റെ എണ്ണം കൂടും. 2 സ്റ്റാറാ മതി. സ്റ്റാർ കുറയും കുറയും. ഇപ്പൊ 2 നമുക്ക് ഇല്ല 5 സ്റ്റാർ ആക്കാൻ പോകും. അതെ എങ്ങനെ ഒപ്പിട്ടായിരുന്നു. അപ്പോൾ ഈ കടൽക്കോട്ട് എന്ന് പറയുന്ന സാധനം എല്ലായിടത്തൊന്നും ഇല്ല കേട്ടോ. കിട്ടില്ല ഐറ്റമാണ്, കിടുക്കാച്ചി ഐറ്റമാണ്. കുറെ എന്തൊക്കെ സംഭവങ്ങളാണ് വെക്കുന്നത്? എന്ത് അതില് കൊഞ്ച്, ഞണ്ട്, കണവ, പിന്നെ മീൻ, ശംഖ്, അടിപൊളി സാധനമാണ്. അപ്പൊ ആർക്കെങ്കിലും കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തിരിക്കുന്നത് നമ്മുടെ പാലസ് റെസ്റ്റോറൻറ്റ് നമ്മുടെ പുതുതായിട്ട് കൊല്ലടയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് മാവേലിക്കര, പുളിക്കീഴ്, ചെന്നിത്തലയിലൊക്കെ വേറെ ഷോപ്പുകളുണ്ട്. പിന്നെ മാവേലിക്കര വന്ദനം. വന്ദനത്തില് നല്ല കിടിലൻ എന്താണ് സീ ഫുഡ്സ് മീൽസ് ഒക്കെ അടിപൊളിയാണ് അവിടുത്തെ. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പാലസ് റെസ്റ്റോറൻറ്റ് കൊല്ലടയിൽ പോയാൽ കഴിക്കാം. അടിപൊളിയാണ്. ഇവർ കഴിച്ചിട്ട് പറയാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. പാലസ് റെസ്റ്റോറൻറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറയാം, അതൊന്ന് നിങ്ങൾ കണ്ടിട്ട് വാ. നമ്മുടെ കൊല്ലകടവക്കാർക്ക് ഇനിയും വെറൈറ്റി മന്തി കഴിക്കാൻ പാലസ് റെസ്റ്റോറന്റ് അങ്ങനെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഉദ്ഘാടന ഓഫർ പ്രമാണിച്ച് ജൂലൈ 27, 28, 29 തീയതികളിൽ ഫുൾ അൽഫാം മന്തിക്ക് 700 രൂപയും ഹാഫ് അൽഫാം മന്തിക്ക് 350 രൂപയും ക്വാർട്ടർ അൽഫാം മന്തിക്ക് 200 രൂപയാണ്. മന്തികൾക്ക് പുറമെ പാലസ് റെസ്റ്റോറന്റ് സ്പെഷ്യൽ കടൽക്കൂട്ടും സീ ഫുഡ് ഡിഷസും അൽഫാമും ഷവായും ഷവർമയും ഫ്രഷ് ജ്യൂസും ഷേക്സും തുടങ്ങി എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഗൈസ്, അപ്പോൾ നമ്മൾ മത്സരം തുടങ്ങാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീധനാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കുവാണ്. അപ്പോൾ നമ്മൾ മഴയൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ മത്സരം തുടങ്ങാനായിട്ടുള്ള പ്ലാനാണ്. അപ്പം ഇതിനകത്താണെങ്കിൽ നമ്മുടെ സീ ഫുഡ് വിഭവങ്ങളാണ് ഇരിക്കുന്നത് കേട്ടോ. ചേട്ടാ, നമ്മുടെ ഞണ്ടുണ്ട്, കേരയുണ്ട്, നെയ്മീൻ, കേര, കൊഞ്ച്, കക്ക, എന്തൊക്കെയൊക്കെ ഉണ്ട്. ഫുള്ള് നമ്മുടെ സീ ഫുഡാണ്. അപ്പൊ ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് മത്സരം അല്ലേ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല നാടൻ പുളിശ്ശേരി കേട്ടോ. ഇതിന് ഒഴിച്ചേരി ഉണ്ട്, നല്ല കടച്ചൊക്കെ ഇട്ട് വെച്ച നല്ല പുളിശ്ശേരി. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒരു ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഇടയ്ക്ക് നല്ല തേങ്ങാക്കൊത്ത് വറുത്ത് ചേർത്തിട്ടുണ്ട്. ഏമാരി പോലത്തെ മഴ വരുന്നുണ്ട്, അതിന് നമുക്ക് തുടങ്ങണം. പോവാം. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ആർക്കും കടച്ചൊക്കെ കിട്ടിയില്ലെങ്കിൽ ഒന്നും പറയരുത്. ഞാൻ പുറകിൽ നിന്ന് ടേസ്റ്റ് നോക്കുന്ന സമയത്ത് കുറച്ച് കഴിച്ചായിരുന്നു.
ബിനീഷ് ബ്രോയാണോ കണ്ണപ്പനാണോ അതോ നമ്മുടെ ദാസപ്പനാണോ? ആരാണ് ഈ മത്സരത്തിൽ വിജയിക്കുക? കുറച്ച് ചാറ് ഒഴിക്കട്ടെ. ഇതാ അങ്ങനെ നമ്മുടെ വാശിയേറിയ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിനീഷ് ബ്രോയെ തകർത്ത് ഇത്തവണ 4ാമത് വീണ്ടും കപ്പടിക്കും എന്ന് പറഞ്ഞ് ദാസപ്പൻ. ഇല്ല ഇവിടെ ദാസപ്പൻ ഇതാ ചോറ് തീർത്തുകൊണ്ട് നമ്മുടെ ദാസപ്പൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കറി തീർത്തുകൊണ്ട് ബിനീഷ് ബ്രോ മുന്നേറിയിരിക്കുകയാണ്. രസമൊന്നുമില്ല ഒരു കറി വേണം. ഇതാ കറിയെല്ലാം തീർത്തുകൊണ്ട് നമ്മുടെ ബിനീഷ് ബ്രോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദാസപ്പൻ ചോറ് തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ബിനീഷ് ബ്രോ അതോ ദാസപ്പൻ? അതാ ബിനീഷ് ബ്രോ ആണോ ദാസപ്പനാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. കേടി അവിടെ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. പുള്ളി ഇതിലൊന്നിലും പങ്കെടുക്കുന്നില്ല. വെള്ളം കൂടി. ഇതാ ദാസപ്പന്റെ ചോറ് ഇപ്പൊ തീരും. പക്ഷേ കഷ്ണം കുറച്ചുണ്ട്. ഇവിടെ കഷ്ണം മുഴുവൻ തീർന്നു. ചോറുണ്ട്. ഇവിടെ ചോറുമുണ്ട് കഷ്ണവും ഉണ്ട്. ഇല്ല ചോറില്ല. ചോറ് കേട്ടോ. കടൽ മന്തി കൊള്ളാം. ഹോട്ടലിൽ കഴിക്കാൻ വന്നതാണ്. ഇതാ ഇവിടെ ബിനീഷ് ബ്രോയും ദാസപ്പനും തമ്മിൽ വാശിയേറിയ മത്സരമാണ്. ഇതാ പതിവ് പോലെ നമ്മുടെ ബിനീഷ് ബ്രോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചോറും തീർത്ത് ഇതാ ഞണ്ടിന്റെ കുറച്ച് കഷ്ണങ്ങൾ മാത്രം ബാക്കി വെച്ചുകൊണ്ട് ബിനീഷ് ബ്രോ. ഇവിടെ ചോറുമുണ്ട് കഷ്ണങ്ങളും ഉണ്ട്. ഒന്നും പറയാനില്ല. ഇവിടെ ചോറ് തീർത്തു. ഇനി കഷ്ണങ്ങൾ മാത്രമായിട്ട് നമ്മുടെ ദാസപ്പൻ. ആര് ജയിക്കും? എന്റെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ബിനീഷ് ബ്രോ ഇത്തവണത്തെ ബിനീഷ് ബ്രോ തോപ്പിക്കും. ഇതങ്ങനെ ഞണ്ടിനെ മുഴുവൻ മടക്കി ഒടിച്ചുകൊണ്ട് ബിനീഷ് ബ്രോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ദാസപ്പൻ എന്തോ കൊണ്ടി ഒരു രക്ഷയില്ല. സൂപ്പർ സാധനം കേട്ടോ. പക്ഷെ എനിക്ക് ജയിക്കാൻ പറ്റിയില്ല. പക്ഷെ സാധനം ഇരിപ്പുണ്ട് വേണ്ട. പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞണ്ടിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ പറഞ്ഞുണ്ടല്ലോ സൂപ്പർ. ഇതിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടോണം കേട്ടോ. ഞാനിത് അതായത് ഒടിച്ചങ്ങോട്ട് മണക്കണേ. വെള്ളം വരും. അതെ ഇതാ ബിനീഷ് ബ്രോ ഇതാ വിജയത്തിലേക്ക്. ഇതാ ബിനീഷ് ബ്രോയും ദാസപ്പനും തമ്മിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാശിയേറിയ മത്സരം. ഞാൻ പിന്മാറിയിരിക്കുകയാണ്. കഴിക്കാൻ പറ്റുന്നില്ല. വേസ്റ്റ് ചെയ്യുന്നില്ല. ഇത് ഇത്ര നമ്മുടെ അണ്ണന്മാർക്കെല്ലാം കഴിക്കാൻ കൊടുക്കണം. അവര് വരെ നോക്കിക്കൊണ്ടിരിക്കണം. അവർക്ക് വേണ്ടി അല്ല തോറ്റുപോയത് കൊണ്ടല്ല. അല്ല എനിക്ക് വേണം. ദാസപ്പൻ തോപ്പിക്കുന്നതാണ് തോന്നുന്നത്. ഈ മത്സരത്തിൽ ബിനീഷ് ബ്രോ തോപ്പിക്കുന്നതാണ്. ഇത്തവണത്തെ ബിനീഷ് ബ്രോ ജയിക്കും. ബിനീഷ് ബ്രോ ഇനി കുറച്ചുകൂടെ ഉള്ളൂ. പക്ഷേ ദാസപ്പനെ കുറച്ച് കാണാനൊക്കത്തില്ല. അതല്ല ഒറ്റയടിക്ക് ഇപ്പൊ തീരും. ബിനീഷാണെങ്കിൽ ഇവിടെ ഞണ്ട് ഉണ്ടെന്ന് അറിഞ്ഞ് പല്ലാണെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് മൂർച്ച കൂട്ടിക്കൊണ്ട് വന്നത്. ഇതാ പുള്ളിക്കാരൻ എന്തുകൊണ്ട് കാണിക്കുന്ന മജ്ജ വരെ. അതായത് നമ്മുടെ ഞണ്ടിന്റെ മജ്ജ കഴിച്ചോണ്ട് ഇതാ നമ്മുടെ ബിനീഷാണ്. ഇതാ എന്തുട്ടാണ് ബിനീഷാണ് കാണിക്കണേ? ബിനീഷേ ബിനീഷുണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പറാ ഇല്ലേ? കണ്ടിട്ട് മനസ്സിലായി. പുള്ളി കണ്ടോ എട്ടോ വെച്ചടക്കോ പുള്ളി. എന്താ കേട്ടോ സ്പെഷ്യലി വേണ്ടേ? ഞണ്ടുണ്ട്, മീനുണ്ട്, നമ്മുടെ ഇതൊക്കെ ഉണ്ട്. എന്താ വേണ്ടേ? ഒരു കറി, ഒരു മീൻ കഷ്ണം, മീൻ ഒന്ന് പാഴ്സൽ ചെയ്താ. നമ്മുടെ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു പിടി മാത്രം ബിനീഷ് ബ്രോയ്ക്ക്, ഒരു പിടി മാത്രം. അതുപോലെ തന്നെ 2.5 കറിയുണ്ട് നമ്മുടെ ദാസപ്പന്. ഞാനാണ് തോറ്റ് പിന്മാറിയിരിക്കുകയാണ്. എന്നെ റിജക്ട് ചെയ്ത് മത്സരത്തിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഇനി ബിനീഷാണ് പാത്രം വടിച്ചൊരു സൈഡിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? ജയിച്ചു. പുള്ളി ജയിച്ചു. എന്താ പറയാ? ഞാൻ ഇല്ല നീ ഒരു മത്സരത്തിൽ. എനിക്ക് വയ്യ ഇനി തോക്കാൻ. ഞാൻ ഇല്ലടാ ഇനി. പുള്ളിയെ മാറ്റണം. പുള്ളി രാജിവെക്കണം. അവസാനത്തെ ഒരു പിടിയുമായിട്ട് ബിനീഷ് ബ്രോ. ഒരു പിടി അകത്താക്കിക്കൊണ്ട് ഈ മത്സരത്തിരിക്കുന്നത് കാവാലം ചുണ്ടൻ അറിയപ്പെടുന്ന ബിനീഷ് ജയിച്ചിരിക്കുന്നത്. മത്സരത്തിൽ ഇതാ രണ്ടാം ട്രാക്ക്
ട്രാക്കിൽ മത്സരിക്കുന്ന താറാവ് വെള്ളം ഇതാ ജയിച്ച വിനീഷ് ഫൈൽമോൻ ജയിച്ചേ. അപ്പൊ നമ്മുടെ ഈ കടൽക്കൂട്ട് മത്സരത്തിൽ വിജയിയായിരിക്കുന്നത് നമ്മുടെ ബിനീഷ്. നമ്മളെപ്പോഴത്തെ പോലെ ഉണ്ടായിരിക്കും. അടുത്ത ഇനി 3 എണ്ണം ഇനിയും ബിനീഷ് ബ്രോ പങ്കെടുക്കാനേ പറ്റത്തില്ല. എനിക്ക് ലൊട്ടയൊന്നും പറഞ്ഞു വിട്ടിനി. പങ്കെടുക്കാൻ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്താ എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. ഈ സംഭവം ഞാൻ കഴിച്ചില്ല, അതുകൊണ്ട് ഭയങ്കര കൊതി വന്നു വീട്ടിൽ. നല്ല ബീഫും ബീഫ് കറി, ബീഫ് വരട്ടിയതും വാരിയൽ കറിയും മോരൊക്കെ ഉണ്ടായിരുന്നു. അത് വിട്ടടാ ഞാൻ വന്നത്. അതും പോയി ഇതും പോയി. സ്ഥിരം ഡയലോഗ്. ബിനീഷ് ബ്രോ അടുത്ത 3 തവണ ജയിക്കുവോ? പറ്റത്തില്ല. ഇനി ഉച്ചയ്ക്ക് ചോറ് കഴിച്ചല്ലേ? ഞാൻ ആ കറിക്ക് ഉപ്പും മസാലയിലിട്ട് അതുകൊണ്ടാ. അങ്ങനെ ഒരു 1/2 കിലോ ഞാൻ കറി വെച്ചില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അടിപൊളി സാധനം കേട്ടോ. വെറുതെ പറയല്ല, ഒരു സാധാരണ പോലെ കഴിക്കുന്ന ആൾക്കാർക്കാണ് ഒരു 4 പേർക്ക് 5 പേർക്കുള്ള സാധനം ഉണ്ട്. അതല്ലേ നമ്മൾ അങ്ങനെയല്ലല്ലോ കഴിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അതിന്റെ കൂടെ കുറച്ച് ചോറോ പൊറോട്ടോ എന്തെങ്കിലും മേടിച്ച് ഒരു 6 പേർക്ക് ഈസി ആയിട്ട് കഴിക്കാം അല്ലേ? അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ്, നല്ല രുചിയുണ്ടായിരുന്നു. ഈറ്റിംഗ് ചലഞ്ച് പങ്കെടുത്തിട്ട് പലപ്പോഴും ചോദിക്കും ടേസ്റ്റിനെ കുറിച്ച്, പക്ഷെ പലപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല. ദാസപ്പനാണെങ്കിലും കേടിയാണെങ്കിലും ഞാനാണെങ്കിലും പറഞ്ഞു അതുകൊണ്ട് ടേസ്റ്റ് ഒരു രക്ഷ. അതുപോലെ നമ്മൾ ഈറ്റിംഗ് ചലഞ്ചിനൊക്കെ കൂടുതൽ നമ്മൾ സ്പീഡിൽ കഴിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു ടേസ്റ്റ് ഉള്ളൂ, പിന്നെ നമ്മൾ ആ ടേസ്റ്റിന്റെ കാര്യം നമ്മൾ ആ മൈൻഡ് അങ്ങോട്ട് കൊടുക്കുന്നില്ല. പക്ഷേ നമ്മൾ കഴിക്കുന്നിടം വരെ അത് ടേസ്റ്റ് നമ്മൾ ഞാൻ കഴിച്ചില്ല, എനിക്ക് വയറ് നിറഞ്ഞോണ്ട് നമ്മൾ നിർത്തിയത്. ഉള്ളിലേക്ക് വടിച്ചതെടുത്ത് അത്ര ഉണ്ടായിട്ട് നമ്മൾ അത്ര വടിച്ച്. അതാ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങാക്കൊത്ത്. അത് വറുത്തിട്ടേക്ക് വരുന്നത്, വറുത്ത് കോരിയിട്ടേക്ക് വരുന്നത്. തേങ്ങാക്കൊത്തൊരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. ചെമ്മീനൊക്കെ കണക്കിനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 15 ചെമ്മീൻ 20 ചെമ്മീൻ ഉണ്ടായിരുന്നു. നല്ല കൂട്ടുണ്ടായിരുന്നു, ക്വാണ്ടിറ്റി നല്ല പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ ചെമ്മീൻ എന്ന് പറയും, ചിലടത്ത് കൊഞ്ചെന്ന് പറയും. താങ്കളുടെ ചെമ്മീൻ കൊഞ്ചെന്നും പറയും. വേറെ പറയുന്നത് കടവന്തറ മീൻ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്